ഇന്ന് നൈനുക്കുട്ടിക്ക് നേരത്തെ പോകണം കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇന്ന് 5 മണിയായപ്പോൾ എണീച്ചു. ഇന്ന് നൈനുക്കുട്ടിയുടെ ബസ് നമ്മുടെ ഇവിടെ വരില്ല, ഒരു 3 കിലോമീറ്റർ അപ്പുറം കൊണ്ടാക്കണം കേട്ടോ. ഇന്നും നമ്മുടെ റെയിൽവേ ഗേറ്റ് അടവാണ്, അതുകൊണ്ട് ഇവർ ചുറ്റി വളഞ്ഞ് തിരിഞ്ഞൊക്കെയാണ് പോണത്. അതുകൊണ്ടാണ് നേരത്തെ ബസ് വരുന്നത് കേട്ടോ. അത് നമുക്ക് വല്ലാത്ത പണിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നൈനുക്കുട്ടിക്ക് എന്താ കൊണ്ടുപോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ അടുക്കളയിൽ പോയി നിന്നിട്ടാണ് എന്താ ഇന്ന് കൊണ്ടുപോകാമെന്ന് ആലോചിക്കണം കേട്ടോ. അപ്പോൾ ഉള്ളത് കൊണ്ട് തട്ടിക്കൂട്ടി എന്തൊക്കെ ഉണ്ടാക്കിയേനും അവൾക്ക് ലെമൺ റൈസ് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണല്ലോ. അത് പൊന്നിയരിയിലാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. പൊന്നിയരിയിലാണ് എനിക്ക് ടേസ്റ്റ് കൂടുതൽ തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുണ്ടാക്കി. പിന്നെ അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മറ്റേ പഴം ഒന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുത്തു. പിന്നെ ബ്രെഡിൽ ജാമും തേച്ച് കൊടുത്തു കേട്ടോ. പിന്നെന്താ, പിന്നെ വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നൈനുവിനെ നേരത്തെ വിളിച്ച് എണീച്ച് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ വിചാരിച്ചു അവളെ കൊണ്ടുവിട്ടിട്ട് അമ്പലത്തിൽ പോകാമെന്ന്. അങ്ങനെ അമ്പലത്തിലും പോയി. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.